ഞാനിപ്പോൾ കന്യാസ്ത്രീ മഠത്തിലേക്ക് വരാൻ തന്നെ തയ്യാറാവുകയാണെങ്കിൽ സിസ്റ്റർ എന്നോട് എന്തായിരിക്കും പറയുക? ഞാൻ കാല് പിടിച്ച് പറയും വരരുത്. ഇതിനകത്തുനിന്ന് എന്താ ഈ കാണുന്നത്, എന്താ ഇത്രയും വർഷം ജീവിച്ചത്, ചുറ്റിലും കാണുന്നത് എന്താണെന്ന് നമുക്കറിയാം. വെറും യാന്ത്രികത മാത്രം. ഗതികെട്ടവരെന്ന് വേണേൽ പറയാം. ഒരു നിവൃത്തിയില്ലാതെയായി മാറുന്നവര്, സ്വയമായിട്ട് ചിന്തിക്കാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് ഇഷ്ടപ്പെട്ട സമയത്ത് മറ്റ് പ്രാർത്ഥനാ മണിക്കൂറുകൾ പോകാതിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഫുള്ള് യാന്ത്രികത. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പറയുന്ന ഈ ഒരു സംവിധാനം താനെ നിന്ന് പൊക്കോളും. ഗോവയിലൊക്കെ നിന്നുപോയി, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുപോയി. അവിടെയൊക്കെ നിന്ന് പോയപ്പോഴാണ് ഇന്ത്യയിൽ വന്നിട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് വിദേശ സഭകളിലേക്കൊക്കെ. പിന്നെ ആ ഒരു 19-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആ കൾച്ചർ വന്നിട്ട് മിഷണറീസ് ഇവിടെ വന്ന് ഇവിടുന്ന് കുറേ എണ്ണത്തെ തട്ടിക്കൊണ്ടുപോയി, എല്ലാ വീട്ടിൽ നിന്ന് 2 പാവപ്പെട്ട മക്കളെ അല്ലാത്തവരെയൊക്കെ. ഞാൻ പറയുന്നത് ഇനി ഒരു നമ്മുടെ ഭാവി കാലത്തേക്ക് പ്രതീക്ഷയോടെ നോക്കണമെങ്കിൽ ഈ പെൺകുട്ടികൾ ദയവ് ചെയ്ത് മഠങ്ങളിൽ പോകരുത്. അവര് വിവാഹം കഴിക്കട്ടെ. അവര് വിവാഹം കഴിച്ച് ഒരു കുടുംബമായി ജീവിച്ചുകൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷയൊക്കെ ചെയ്താൽ മതി.